Hello guys, welcome back to another video of Mechanic Vlogger. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് 2012 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഇത് ഓയിൽ ചേഞ്ചിങ്ങിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഓയിൽ ചേഞ്ചൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്യുമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ഫ്യൂച്ചർ വളരെ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതെന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഡീസൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഫസ്റ്റ് വൺ, ഹൈ പ്രഷർ ഫ്യൂൽ പമ്പ് കേടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഫ്യൂൽ ഇഞ്ചക്ടറും. അപ്പോൾ നമുക്ക് കമ്പനി എപ്പോഴാണ് ഇത് ചേഞ്ച് ചെയ്യാൻ പറയുന്നതെന്ന് ഒന്ന് നോക്കാം. കമ്പനി ഡീസൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എവറി 20,000 കിലോമീറ്റേഴ്സിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാറിൻ്റെയും ഡീസൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫിൽറ്റർ റിമൂവ് ചെയ്യാം. എയർ ഫിൽറ്റർ നല്ല ഡസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ബാറ്ററി വരുന്നുണ്ട്, ബാറ്ററി റിമൂവ് ചെയ്തിട്ടാണുള്ളത്. ബാറ്ററിയുടെ ബാക്കിലായിട്ടാണ് ഡീസൽ ഫിൽറ്റർ വരുന്നത്. ഇതിൽ വരുന്ന 3 പൈപ്പ്സ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ഷൻസും റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീസൽ ഫിൽറ്റർ പുറത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് പാർട്സുകൾ മേടിച്ചിട്ടുണ്ട്. പാർട്സുകളെല്ലാം മാരുതി ജെന്യൂൻ പാർട്സാണ് മേടിച്ചിട്ടുള്ളത്. ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഫ്യൂൽ ഫിൽറ്ററിന് 1180 റുപ്പീസാണ് ഫ്യൂൽ ഫിൽറ്ററിന് വന്നിട്ടുള്ളത്. ഓയിൽ ഫിൽറ്ററിന് 375. അതുപോലെ തന്നെ എയർ ഫിൽറ്ററിന് 260 റുപ്പീസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡീസൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഡീസൽ ഫിൽറ്ററിൻ്റെ ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. ഡീസൽ ഫിൽറ്റർ പുറത്തെടുക്കാം. ഫിൽറ്റർ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. വാഷ് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഫിൽറ്റർ ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഡീസൽ ഫിൽറ്റർ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഇനി ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ ഫിൽറ്ററും അതുപോലെ തന്നെ ഡീസൽ ഫിൽറ്ററും ചെക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ.